ഹായ് കുട്ടീസ്, നിന്റെ മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ കുറേ പേര് എന്തായാലും നിങ്ങളെ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ ആയിട്ട് ഇപ്പം കുടുംബക്കാരുടെ വീട്ടിൽ, ഫാമിലിയുടെ വീട്ടിലൊക്കെ കൂടാൻ പോയിട്ടുണ്ടായിരിക്കും. കുറച്ച് പേര് എന്തായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കുറച്ച് പേര് അധികവും ഫോണിൽ തന്നെ ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും നമ്മളെ വെക്കേഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണോ വേണ്ടത്? നിങ്ങൾക്ക് കുറച്ചധികം പ്ലാൻസുകൾ അങ്ങോട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്തായാലും നമ്മളെ വെക്കേഷൻ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം, അതേപോലെ ഫോണിലൊക്കെ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ സിനിമ കാണണം, അതൊക്കെ വേണം. പക്ഷെ അതിന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ പുതിയ ബുക്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. കാരണം നമ്മളിപ്പം LP സെക്ഷനിൽ നിന്ന് UP സെക്ഷനിലേക്ക് പോകാൻ പോകുന്ന മക്കളാണ് അല്ലേ. യെസ്, നമ്മൾ വലിയ കുട്ടികളായി, നമ്മൾ UPയിലെത്തി 5ാം ക്ലാസ്സിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ശരിക്കും ഒരു വലിയ നീണ്ട വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ UPയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മറന്നു പോകും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച LSSന് വേണ്ടിയിട്ടും അതുപോലെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുത്തിരിഞ്ഞ് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് 5ാം ക്ലാസ്സിലേക്കും വേണം. സോ അതിന് ബേസിക് ആയിട്ടുള്ള ഒരുപാട് പ്ലാനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. സോ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുക, നിങ്ങൾ എല്ലാ ദിവസവും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കാൻ പോവുക. അതൊക്കെ കഴിഞ്ഞ് രാത്രി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചായ കുടിക്കാനിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഒരു സമയമൊക്കെ നിങ്ങൾ 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ പഠിക്കാൻ കൂടെ എന്ത് ചെയ്യുക, ആ ഒരു ടൈം മാറ്റി വെക്കുകയാണെങ്കിൽ 5ാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ UP സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസോട് കൂടെ തന്നെ ക്ലാസ്സിലിരിക്കാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസ്സിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപേ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണോ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായിട്ടുണ്ടായിരിക്കുക അതൊക്കെ പഠിച്ചിട്ടായിരിക്കും സ്കൂളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നുണ്ടായിരിക്കുക. സോ അത് തന്നെയാണ് ഞാനും പറയുന്നത്. സൈലം എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൃഥ്വി ബാച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആദ്യത്തെ എല്ലാ ക്ലാസ്സുകളും, ആദ്യത്തെ എല്ലാ ചാപ്റ്റേഴ്സുകളും, അത് എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സുകളും നമ്മൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യാണ് ഈ ഒരു വെക്കേഷനിൽ തന്നെ. അപ്പോൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള പേടിയൊന്നും വേണ്ട. വിഷു ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ത് ചെയ്യുക, 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ കൂടെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സിലേക്ക് എത്തുമ്പം കുറച്ചുകൂടെ മിടുക്കരായിട്ട് തന്നെ പോകാൻ വേണ്ടി പറ്റും. സോ നമ്മളെ പൃഥ്വി ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലൈവ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടായിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ബാച്ചിൽ റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസ്സുകളും അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുള്ള നമ്മളെ ബാച്ച് ഇപ്പം ചെറിയൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് വേണ്ടി കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിവരം നിങ്ങളെ ഫ്രണ്ട്സിനോട് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ചൊരു കുഞ്ഞു സമയം പഠിക്കാം. അപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, UP സെക്ഷനിൽ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ഒരു USS എക്സാം വരാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾ LSS എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും, യെസ് നമ്മൾ USS എക്സാം അടുത്തതായിട്ട് പിടിച്ചടക്കും എന്നുള്ളത് അല്ലേ. സോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കണ്ടിട്ട് നമ്മൾ 5ാം ക്ലാസ്സിലേ പഠിച്ച് തുടങ്ങണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിച്ച് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സിനോടും പാരൻസിനോടും ഈ ഒരു വിവരം ഷെയർ ചെയ്യാൻ മറന്നുകൊണ്ട. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം. ബൈ ബൈ.